ഹായ് വെൽക്കം ടു ദ വ്ളോഗ്സ്. ഇന്ന് പരിപ്പും മുരിങ്ങയിലയാട്ടോ ഉണ്ടാക്കാൻ പോണത്. കുറച്ച് പരിപ്പ് വേവിക്കാൻ വെക്കുക. അത് കുക്കറിൽ വേവിച്ചെടുത്താലും മതി. ഇനി അതിലേക്ക് അരയ്ക്കാൻ ആവശ്യമുള്ളത് നാളികേരം, ജീരകം കേട്ടോ. ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കറിയാണ്, സിമ്പിളായ കറിയാണെങ്കിലും പാലക്കാടന്മാർ വയ്ക്കുന്ന ഒരു രീതി വേറെ സ്റ്റൈലാണ്. പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു 3/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനാട്ടോ ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മുരിങ്ങയില ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കറിയാണ്. ഇത് പല ടൈപ്പിൽ പാലക്കാടന്മാർ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. തേങ്ങ ചേർത്തിട്ടും തേങ്ങ ചേർക്കാതെയും അതുപോലെ പരിപ്പ് ചേർക്കാതെയും വെക്കാറുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്തു. ഇനി ഇതിലേക്ക് മുരിങ്ങയില ഇട്ട് കൊടുക്കുക. മുരിങ്ങയില ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് വേവുന്ന സാധനമല്ല മുരിങ്ങയില. അപ്പോൾ നമ്മൾ വേവ് കൂടാനും പാടില്ല, വേവ് കുറയാനും പാടില്ല. അങ്ങനെയാണ്. 3 ആവി എന്നാണ് പറയുക പണ്ടത്തെ ആൾക്കാർ. 3 ആവി മതി എന്നാണ് പറയുക മുരിങ്ങയില വേവാൻ. ഒന്ന് ഇളക്കി വേവിക്കാൻ വെക്കാം കേട്ടോ. വേവിക്കാൻ വെക്കാം കുറച്ച് സമയം, ഒരു 2 മിനിറ്റൊക്കെ വേവിച്ചാൽ മതി. വേവിക്കാൻ വെക്കാം. പിന്നെ മൺചട്ടിയിലാകുമ്പോൾ അതിൻ്റെ തിള വന്നാലും പിന്നെ അതിലേ ഇരുന്ന് വേവും. ഇപ്പം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങയും ജീരകം കൂടി അരച്ച് ചേർത്ത് കൊടുക്കുക. ഈ ഇലയുടെ വേവ് കൂടിപ്പോയാലും ടേസ്റ്റ് കുറവാകും കേട്ടോ. അപ്പോൾ ആ പച്ച കളറിന് ആവണം, അല്ലെങ്കിൽ വെന്തധികമായാൽ ഒരു മഞ്ഞ കളർ വരും കേട്ടോ അതിന്. അത് ആ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കുക. ഇനി നാളികേരം ആ ജാറ് കഴുകിയ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. തേങ്ങ അരച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ചാറ് ഒരുപാട് ലൂസാവാനും പാടില്ല, ഒരുപാട് ഇനി അത് കട്ടിയാവാനും പാടില്ല കേട്ടോ. ഇനി അതിലേക്ക് ഉള്ളി, കറിവേപ്പില കേട്ടോ കടുക് പൊട്ടിച്ചിടാൻ ആവശ്യമുള്ളത്. ഇനി മുരിങ്ങയില തിളച്ച് വന്നിട്ടുണ്ട് തേങ്ങ ചേർത്തിട്ട്. ഇനി അത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് നല്ല ടേസ്റ്റിയായ കറികളെ ഐറ്റംസൊക്കെ ഉള്ള കറിയാണല്ലോ മുരിങ്ങയില. മിക്ക വീടുകളും മുരിങ്ങ ഉണ്ടാവുകയും ചെയ്യും. ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. അത് പാലക്കാടൻ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ കുരുമുളക്, ജീരകം, ചുവന്നുള്ളിയൊക്കെ അരച്ചിട്ട് വെറുതെ തേങ്ങ ചേർക്കാതെ അങ്ങനെ വെക്കാറുണ്ട്. പിന്നെ തേങ്ങ ചേർത്തിട്ട് പരിപ്പൊന്നും ഇടാതെ വെക്കും കേട്ടോ. പല ടൈപ്പിൽ വയ്ക്കും. പിന്നെ മുരിങ്ങ വറുത്തെടുക്കും കേട്ടോ. വറുത്തെടുക്കുക എന്നാണ് പറയുക. ഉപ്പേരി തോരൻ എന്നൊക്കെ പറയാറുണ്ട്. അത് പല സ്ഥലത്തേക്ക് പല രീതിയാണ്. അത് വറുത്തെടുക്കുക, അത് അവിടെ വെക്കുന്ന രീതിയും വ്യത്യാസമുണ്ട് കേട്ടോ, വറുത്തെടുക്കുന്ന രീതിയും. ഇനി ഉള്ളി നന്നായി മൂപ്പിച്ചെടുക്കുക കേട്ടോ. ഉള്ളി നന്നായി മൂത്ത് വരട്ടെ. നന്നായി മൂത്ത് വരട്ടെ കേട്ടോ. പല സ്ഥലത്തേക്കും പല രീതിയിലാണല്ലോ ഉണ്ടാക്കാറ്. പെട്ടെന്ന് ഉണ്ടാക്കാനും നല്ല ടേസ്റ്റായ ഒരു കറിയാണ് മുരിങ്ങയിലയും പരിപ്പും. എല്ലാവർക്കും അറിയാം, മിക്കവർക്കും അറിയാം. ഇനി അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റിയായ കറി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അറിയാത്തവരൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ.